നമസ്കാരം. HSA സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അതായത് 40 ദിവസം കൊണ്ട് HSA സോഷ്യൽ സയൻസിലെ മുഴുവൻ മൊഡ്യൂളും കവർ ചെയ്യുന്ന പഴയ SCRT ചാപ്റ്ററുകളും പുതിയ SCRT ചാപ്റ്ററുകളും ഉൾക്കൊള്ളുന്ന 40 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ്. ധാരാളം പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുമോ, ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം പുതിയ ഒരു 40 ദിവസത്തെ സ്റ്റഡി പ്ലാൻ പ്രകാരം ഒരു ടെസ്റ്റ് സീരീസ് മോഡൽ അല്ലെങ്കിൽ ഒരു റിവിഷൻ ബാച്ച് കണ്ടക്ട് ചെയ്യാമോ എന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നു. ആ റിക്വസ്റ്റിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. 40 ദിവസം നിങ്ങളുടെ മുന്നിലുണ്ട്. ഈ 40 ദിവസം കൊണ്ട് മുഴുവൻ മൊഡ്യൂളും കവർ ചെയ്യുന്ന, മുഴുവൻ SCRT സോഷ്യൽ സയൻസ് മേഖലയുമായി ബന്ധപ്പെട്ട പഴയ SCRT സ്കൂൾ ടെക്സ്റ്റ് ചാപ്റ്ററും പുതിയ SCRT സ്കൂൾ ടെക്സ്റ്റ് ചാപ്റ്ററും കവർ ചെയ്യുന്ന ഒരു സ്റ്റഡി പ്ലാൻ ആണിത്. ഈ സ്റ്റഡി പ്ലാൻ പ്രകാരം പുതിയ 40 ദിവസത്തെ റിവിഷൻ ബാച്ച് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. രാവിലെ 5 മണി മുതലായിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ ദിവസവും രാവിലെ 5 മുതൽ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം ആ സമയത്ത് അറ്റൻഡ് ചെയ്ത് കാണാം. അതിന്റെ റെക്കോർഡ് സെഷനും ഉണ്ടാകും. അപ്പം സിലബസ് ബേസ്ഡ് വീഡിയോ ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അതിന്റെ മൈക്രോ നോട്ട്സ് ഉണ്ടാവും. വീഡിയോ ക്ലാസ് കണ്ട് തീർക്കാൻ പറ്റാത്തവർ നോട്ട്സ് വായിച്ചു പോകാം. ദെൻ SCRT NCRT ഫാക്ട് എല്ലാ ദിവസവും ഉണ്ടാവും. ഒപ്പം തന്നെ PSC ഇൻഫ്ലുവൻസർ കൂട്ടായ്മയിലെ ഓരോ മെന്റേഴ്സും ടീച്ചേഴ്സും അസൈൻ ചെയ്യുന്ന മാജിക് മന്ത്ര സെഷൻസ് ഉണ്ട്. ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്, ഒരു മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് ഓരോ മൊഡ്യൂൾ വൈസ് പ്രധാനപ്പെട്ട ഫാക്ട്, പ്രധാനപ്പെട്ട SCRT ഫാക്ട്, പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളെല്ലാം സോർട്ട് ചെയ്യുന്ന മാജിക് മന്ത്ര സെഷൻസും ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ ഈ രാവിലെ 5 മണി മുതൽ എല്ലാ ദിവസവും തരുന്ന രാവിലെ 5 മണി മുതലുള്ള ക്ലാസ്സും മെറ്റീരിയൽസും ഈ SCRT കണ്ടന്റ് എല്ലാം ചേർത്ത് രാത്രി 9 മണിക്ക് ശേഷം പരീക്ഷ. അന്നത്തെ ദിവസം പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിഫ്ലക്ട് ചെയ്യണമല്ലോ, അതിനുവേണ്ടി രാത്രി 9 മണിക്ക് ശേഷം പരീക്ഷയുണ്ട്. അപ്പൊ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കൊടുത്തേക്കുന്ന നമ്പറിൽ 9072728242 നമ്പറിൽ ജസ്റ്റ് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക. നിങ്ങളുടെ പേരെന്താണോ, ഏത് മത്സര പരീക്ഷയാണ്, HSA സോഷ്യൽ സയൻസ് ആണല്ലോ, അപ്പൊ നിങ്ങളുടെ പേര് HSA സോഷ്യൽ സയൻസ് എന്ന് മാത്രം മെൻഷൻ ചെയ്താൽ മതി. ഡെമോ ക്ലാസ്സുകളും റിസൾട്ടും എല്ലാം കൺഫേം ചെയ്ത് നിങ്ങൾക്ക് ഈ 40 ദിവസം കൊണ്ട് ഉഷാറായി പഠിക്കാൻ പറ്റും എന്ന ആത്മാർത്ഥ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായും ജോയിൻ ചെയ്യുക. അപ്പം 29 സെപ്റ്റംബർ, അതായത് 2025 സെപ്റ്റംബർ 29-നാണ് നമ്മുടെ ഈ ബാച്ച്, റിവിഷൻ ബാച്ച് തുടങ്ങുന്നത്. അന്ന് തിങ്കളാഴ്ചയാണ്. അന്ന് പഠിക്കേണ്ട ഏരിയ കേരള ഭൂമിശാസ്ത്രമാണ്. നമ്മുടെ മൊഡ്യൂളിൽ ഉണ്ടല്ലോ കേരള ഭൂമിശാസ്ത്രം. കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ രാവിലെ 5 മണി മുതൽ തരുന്ന വീഡിയോ ക്ലാസ് നിങ്ങൾ കാണണം, മൈക്രോ നോട്ട്സ് കാണണം, അത് പഠിക്കണം, റിവൈസ് ചെയ്യണം. ഒപ്പം തന്നെ SCRTയിലെ പഴയ SCRT ചാപ്റ്ററും പുതിയ SCRT ചാപ്റ്ററും കമ്പൈൻ ചെയ്യുന്ന മൈക്രോ നോട്ട്സ് നിങ്ങൾക്ക് തരും. അത് കൃത്യമായി വായിക്കണം. നിങ്ങളൊരു SCRT ചാപ്റ്റർ വായിക്കാൻ പോയാൽ അതിൽ ഇമ്പോർട്ടന്റും കാണും, ഇമ്പോർട്ടന്റ് അല്ലാത്തതും കാണും. അപ്പൊ നമ്മുടെ ടീച്ചേഴ്സും മെന്റേഴ്സും ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട് എല്ലാം കോർഡിനേറ്റ് ചെയ്ത് മൈക്രോ നോട്ടായിട്ട് നിങ്ങൾക്ക് തരും. ഒപ്പം മാജിക് മന്ത്ര സെഷൻസ് ഉണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞതാണ്. ദെൻ അന്നത്തെ ദിവസം 10ാം ക്ലാസ്സിലെ 2 ചാപ്റ്റർ പഠിക്കണം. 29 സെപ്റ്റംബർ 2025 തിങ്കളാഴ്ച 2 SCRT ചാപ്റ്റർ പഠിക്കണം. ഒന്ന് 10ാം ക്ലാസ്സിലെ പൊതുഭരണം എന്നറിയപ്പെടുന്ന ചാപ്റ്റർ പഠിക്കണം. ഇത് രണ്ടാമത്തെ ചാപ്റ്റർ ആണ് രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും എന്നറിയപ്പെടുന്ന 2 ചാപ്റ്റർ. 10ാം ക്ലാസ്സിലെ പഴയ SCRT, പുതിയ SCRT അല്ല, പുതിയ SCRT ചാപ്റ്റർ നമ്മൾ അവസാനം റിവിഷൻ നടത്തും. അപ്പൊ പഴയ SCRT ചാപ്റ്ററിലെ 2 ചാപ്റ്റർ പൊതുഭരണവും രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും എന്നറിയപ്പെടുന്ന 2 ചാപ്റ്റർ പഠിക്കണം. ദെൻ ഇതെല്ലാം പഠിച്ച് റിവിഷൻ നടത്തി ക്ലാസ് ഉൾപ്പെടെ കണ്ട് രാത്രി 9 മണിക്ക് ശേഷം മോക്ക് എക്സാം. എല്ലാ ദിവസവും പരീക്ഷയുണ്ട്. പരീക്ഷ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. ദെൻ 30 സെപ്റ്റംബർ 2025 ചൊവ്വാഴ്ച നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അന്ന് പൂജവെപ്പിന്റെ അവധിയാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം എന്തില്ല, ക്ലാസ്സോ മറ്റ് മെറ്റീരിയൽസോ എക്സാമോ ഒന്നുമില്ല. അടുത്ത പൂജവയ്പ്പിന് അധ്യാപക മത്സര പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് അഡ്വൈസും പ്രതീക്ഷിച്ചായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. കാരണം അത്രയേറെ നിങ്ങൾ എഫേർട്ട് ഇട്ട് പഠിക്കുന്നുണ്ട്. 2 കാര്യമേ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. അത് ഈ ക്ലാസ്, ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഒന്ന്, ഈ പറയുന്ന HSC സോഷ്യൽ സയൻസ് പരീക്ഷ നിങ്ങൾ കൃത്യമായി അറ്റൻഡ് ചെയ്തു. ദെൻ അതിനുശേഷം നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു, ആദ്യ റാങ്ക് നേടി, ആദ്യം ഈ പറയുന്ന നിങ്ങളുടെ PSC പ്രൊഫൈലിൽ, നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന അഡ്വൈസ് ആയി എന്നൊരു നോട്ടിഫിക്കേഷൻ വരുമല്ലോ.
അതിനുശേഷം നിങ്ങൾ ആദ്യമായി സർവീസ് ബുക്കിൽ നിങ്ങൾ ഒപ്പിടാൻ പോകുന്ന സമയത്ത് ആരെയെല്ലാം ആയിരിക്കും നിങ്ങൾ കൂടെ കൂട്ടുന്നത് ഒന്ന് കമന്റ് ചെയ്തേക്കണം. കാരണം HSS സോഷ്യൽ സയൻസ് 2025 നടക്കാൻ പോകുന്ന പരീക്ഷ നിങ്ങൾ 100% നേടുക തന്നെ ചെയ്യും. ഒപ്പം തന്നെ ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് ഒന്ന് കമന്റ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ ചോദ്യം. 2, ഇതൊരു വ്യക്തിപരമായ ചോദ്യമൊന്നുമല്ല, ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയാണ്. രണ്ടാമത്തത്, നിങ്ങൾ സർവീസിൽ കയറി അധ്യാപക മത്സര പരീക്ഷയിൽ തസ്തികയിൽ കയറി അധ്യാപകനായി മാറി അല്ലെങ്കിൽ അധ്യാപികയായി മാറി നിങ്ങൾക്ക് കിട്ടുന്ന ആദ്യ ശമ്പളം നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ഓക്കെ, പല അഭിപ്രായക്കാർ കാണും. അമ്മയ്ക്ക് കൊടുക്കണം, അച്ഛന് കൊടുക്കണം, ഇന്ന ആൾക്ക് കൊടുക്കണം, ഇന്നത് ചെയ്യണം എന്നൊക്കെ കാണും. ഇഷ്ടമുള്ളത് കമന്റ് ചെയ്യും. അപ്പൊ ഈ 2 കമന്റും കൂടെ ആവുമ്പോൾ തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി റാങ്ക് ലിസ്റ്റിലായി, നിങ്ങൾക്ക് ജോലി കിട്ടി. ഇനിയുള്ളത് എന്താണ്? പഠിക്കുക എന്നുള്ളതാണ്. ഈ സ്റ്റഡി പ്ലാൻ പ്രകാരം ഫുള്ള് റിവിഷൻ ചെയ്യുക. ഓക്കെ, അടുത്തത് ഒക്ടോബർ 1 ബുധനാഴ്ച. ഒക്ടോബർ 1 ബുധനാഴ്ച പഠിക്കേണ്ട ഏരിയ ഇന്ത്യൻ ഭൂമിശാസ്ത്രം പഠിക്കണം. ഇന്ത്യ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന എന്തൊക്കെയാണോ. അപ്പം ചില ആളുകളുണ്ട് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നില്ല. ജോയിൻ ചെയ്യണ്ട. ഈ സ്റ്റഡി പ്ലാൻ പ്രകാരം റിവിഷൻ നടത്താമല്ലോ. ഈ സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള റിവിഷൻ നടത്തി നിങ്ങൾക്ക് സെൽഫായിട്ട് എക്സാം അറ്റൻഡ് ചെയ്ത് പോകാമല്ലോ. ചെയ്തോ. ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർ ഇന്ത്യ ഭൂമിശാസ്ത്രം രാവിലെ 5 മണി മുതൽ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോ ക്ലാസ് കാണണം. SCRT പഴയ SCRTയുടെയും പുതിയ SCRT സ്കൂൾ ടെക്സ്റ്റും കമ്പൈൻ ചെയ്യുന്ന മൈക്രോ നോട്ട്സ് വായിക്കണം. മാജിക് മന്ത്ര സെഷൻസ് എന്തുമായി ബന്ധപ്പെട്ടത്? ഇന്ത്യ ഭൂമിശാസ്ത്രം എന്നറിയപ്പെടുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടീച്ചേഴ്സും മെന്റേഴ്സും കോർഡിനേറ്റ് ചെയ്യുന്ന മാജിക് മന്ത്ര സെഷൻസ് കൃത്യമായി വായിക്കണം, അത് പഠിക്കണം. ദെൻ 10ാം ക്ലാസ്സിലെ കേരളം ആധുനികതയിലേക്ക് എന്നറിയപ്പെടുന്ന ചാപ്റ്റർ വായിക്കണം. 7ാം ക്ലാസ്സിലെ അനീതിയിൽ നിന്ന് നീതിയിലേക്ക്, ഈ 5, 7, 9 സ്കൂൾ ടെക്സ്റ്റ് പുതിയതാണല്ലോ. അപ്പൊ പുതിയതല്ല, പഴയതല്ല. പഴയ 10ാം ക്ലാസ്സിലെ കേരളം ആധുനികതയിലേക്കും പുതിയ 7ാം ക്ലാസ്സിലെ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്നറിയപ്പെടുന്ന ചാപ്റ്റർ വായിക്കണം. അതിന്റെ കണ്ടന്റ് പഠിച്ച് രാത്രി എക്സാം അറ്റൻഡ് ചെയ്യണം. ദെൻ അടുത്തത് നമ്മൾ പറയുന്ന ഒക്ടോബർ 2, നമുക്ക് എല്ലാവർക്കും അറിയാം ഗാന്ധി ജയന്തിയാണ്. അന്ന് പോലും നമുക്ക് പഠനത്തിന് അവധിയില്ല. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. 2025 വ്യാഴാഴ്ച പഠിക്കേണ്ട ഏരിയ ലോക ഭൂമിശാസ്ത്രം. ദെൻ SCRTയുമായി ബന്ധപ്പെട്ട് പഴയതും പുതിയതുമായിട്ടുള്ള SCRT മൈക്രോ നോട്ട്സ് വായിക്കണം. മാജിക് മന്ത്ര സെഷൻസ് നിങ്ങൾ കവർ ചെയ്യണം. ദെൻ ഒപ്പം 10ാം ക്ലാസ്സിലെ സമരവും സ്വാതന്ത്ര്യവും, പഴയ 10ാം ക്ലാസ്സിലെ പഴയ SCRT ചാപ്റ്റർ സമരവും സ്വാതന്ത്ര്യവും, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നറിയപ്പെടുന്ന SCRT ചാപ്റ്റർ വായിക്കണം. അന്നും പരീക്ഷയുണ്ട്. രാത്രി 9 മണിക്ക് ശേഷം. അത് 9:30 ആകാം, 9:45 10 മണിക്കായിരിക്കും. ഡിപ്പെൻഡ് ആണ് നിങ്ങൾ പഠിച്ചു തീരുന്നത് പോലെ. ദെൻ അടുത്തത് ഒക്ടോബർ 3 2025 ഒക്ടോബർ 3 വെള്ളിയാഴ്ച പഠിക്കേണ്ട ഏരിയ സാമ്പത്തിക ശാസ്ത്രം. അറിയാലോ, സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് യൂട്ടിലിറ്റി, ഡിമാൻഡ്, എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, നാഷണൽ ഇൻകം, പ്രധാനപ്പെട്ട 5 ഇയർ പ്ലാനിങ്, ഇതെല്ലാം നമ്മുടെ മൊഡ്യൂളിൽ ഓരോ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൃത്യമായി പഠിക്കണം. അതിൽ തരുന്ന വീഡിയോ ക്ലാസ്സും മെറ്റീരിയൽസും കൃത്യമായി പഠിക്കണം. ഒപ്പം മാജിക് മന്ത്ര സെഷൻസ് ഉണ്ട്, മൈക്രോ നോട്ട് ഉണ്ട്. ദെൻ 10ാം ക്ലാസ്സിലെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നറിയപ്പെടുന്ന ചാപ്റ്റർ പഠിക്കണം. ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം തുടങ്ങിയിട്ടുള്ള വിപ്ലവങ്ങളുണ്ടല്ലോ 10ാം ക്ലാസ്സിലെ. പഴയ 10ാം ക്ലാസ്സിലെ, പുതിയ 10ാം ക്ലാസ് അല്ല, പഴയ 10ാം ക്ലാസ്സിൽ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നറിയപ്പെടുന്ന ചാപ്റ്റർ വായിക്കണം. 7ാം ക്ലാസ്സിലെ വിവേചനത്തിനെതിരെ എന്നറിയപ്പെടുന്ന SCRT ചാപ്റ്റർ പഠിക്കണം. ദെൻ രാത്രി 9 മണിക്ക് ശേഷമുള്ള ഡെയിലി എക്സാം വെള്ളിയാഴ്ച. ദെൻ ഒക്ടോബർ 4 ശനിയാഴ്ച. ഇനി നമ്മൾ കവർ ചെയ്യേണ്ട ഏരിയ, നമ്മുടെ മുന്നിൽ 4 ശനിയാഴ്ചകളുണ്ട്. ഒന്ന്, മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദി സബ്ജക്ട് എന്നറിയപ്പെടുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ. അതായത് മെത്തഡോളജി, GK ആൻഡ് കറണ്ട് അഫേഴ്സ്, റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് 20 മാർക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അത് നിർണായകമാണ്. ആ 20 മാർക്ക് ഉറപ്പിക്കാൻ പറ്റണം. അതുകൊണ്ട് തന്നെ ശനിയാഴ്ച മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദി സബ്ജക്ട് നിങ്ങൾക്ക് പറ്റുന്നത്, ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവര് അല്ലെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലാത്തവർ, അങ്ങനെ ബാച്ചിൽ ജോയിൻ ചെയ്തവർ ഉറപ്പായിട്ടും തരുന്ന വീഡിയോ ക്ലാസ്സും മെറ്റീരിയൽസും പഠിക്കണം. അന്ന് GK ആൻഡ് കറണ്ട് അഫേഴ്സ് നമ്മൾ തരും. റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന ഏരിയ വീഡിയോ ക്ലാസ് ആയിട്ട് തരും. അത് കൃത്യമായിട്ട് കാണണം. അന്നും എക്സാം രാത്രി 9 മണിക്ക് ശേഷമുണ്ട്. അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും, ഇത്രയും പഠിച്ചു പോകില്ല ഞങ്ങള്, ഇതൊന്നും ഉറക്കണ്ടായോ? ഉറക്കണം. അതിനുവേണ്ടി ഈ തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ പഠിച്ച എല്ലാ കാര്യങ്ങളും ഞായറാഴ്ച റിവിഷൻ ചെയ്യണം. രാവിലെ 5 മണി മുതൽ തന്നെ റിവിഷൻ ചെയ്തു. ആ റിവിഷൻ നിങ്ങൾ സെൽഫായിട്ടും ചെയ്യണം. നമ്മൾ റിവിഷൻ ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ത്രൂ പ്രോപ്പർ പരീക്ഷയിലൂടെ. അന്നത്തെ OMR മോക്ക് എക്സാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുമ്പം ആ വീക്കിൽ പഠിച്ച മുഴുവൻ കണ്ടന്റും ഓക്കെ ആവും. ഡെയിലി പരീക്ഷ ഉണ്ട്, വീക്കെൻഡിൽ മെഗാ മോക്ക് എക്സാം ഉണ്ട്. ഇത്രയാവുമ്പം ആ വീക്ക് തീർന്നു, ഞായറാഴ്ച ക്ലിയർ ആയി.
ദെൻ എഗെയിൻ തിങ്കളാഴ്ച 6 ഒക്ടോബർ 6 തിങ്കളാഴ്ച അവിടുന്ന് പഠിക്കേണ്ടത് കേരള ചരിത്രം. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് അതിൽ കേരള ചരിത്രം മാത്രമല്ല നവോത്ഥാനം പഠിക്കണം, കേരള ചരിത്ര മുന്നേറ്റങ്ങൾ പഠിക്കണം, തിരുവിതാംകൂർ പഠിക്കണം, കൊച്ചി പഠിക്കണം, മലബാർ പഠിക്കണം, വേലുത്തമ്പി തളവ ഉൾപ്പെടെയുള്ള വ്യക്തികളെ പറ്റിയുള്ള ഡീറ്റെയിൽ കണ്ടന്റ് നമ്മൾ പഠിക്കണം. അത് സിലബസിലുണ്ട്. അവിടെയും അന്നും SCERT, പഴയ SCERTയും പുതിയ SCERTയും കമ്പയർ ചെയ്യുന്ന മൈക്രോനോട്ട് പഠിക്കണം. മാജിക് മന്ത്ര സെഷൻസും മസ്റ്റായിട്ടും പഠിക്കണം. 7ാം ക്ലാസ്സിലെ സ്കൂൾ ടെക്സ്റ്റിലുള്ള ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും 7ാം ക്ലാസ്സിലെ നമ്മുടെ ഭൂമി എന്നറിയപ്പെടുന്ന ജോഗ്രഫി ചാപ്റ്റർ കൂടി പഠിക്കണം. ഒപ്പം എക്സാം കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യണം. ഇത് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സ്റ്റഡി പ്ലാൻ ഉണ്ട്, ചെയ്തോ, നോ പ്രോബ്ലം. ഈ ക്ലാസ് കണ്ട് അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ഇത് ഫോളോ ചെയ്യണം. നമ്മുടെ കുട്ടികളെല്ലാം ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും ഈ വീഡിയോ കണ്ട് അത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 40 ദിവസം കൊണ്ട് ഫുള്ള് റിവിഷൻ ചെയ്യാനുള്ള മെത്തേഡാണ്. ദെൻ ഒക്ടോബർ 7 ചൊവ്വാഴ്ച ഇന്ത്യ ചരിത്രമാണ് പഠിക്കേണ്ടത്. ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ഓർഡറിൽ തന്നെ നമ്മൾ വീഡിയോ ക്ലാസ്സും മെറ്റീരിയൽസും തരും, അത് പഠിക്കണം. SCERTയിലെ പഴയതും പുതിയതുമായിട്ടുള്ള മൈക്രോനോട്ട് പഠിക്കണം. മാജിക് മന്ത്ര സെഷൻസ് മസ്റ്റായിട്ടും അറ്റൻഡ് ചെയ്യണം. 8ാം ക്ലാസ്സിലെ ഭൂമിയുടെ പുതപ്പ് എന്നറിയപ്പെടുന്ന SCERT ചാപ്റ്റർ, 10ാം ക്ലാസ്സിലെ കാറ്റിന്റെ ഉറവിടം തേടി എന്നറിയപ്പെടുന്ന SCERT ചാപ്റ്റർ അന്നും പരീക്ഷ അറ്റൻഡ് ചെയ്യണം. ഡെയിലി എക്സാം ഉണ്ട്. ദെൻ 8 ഒക്ടോബർ 8 ബുധനാഴ്ച പഠിക്കേണ്ട ഏരിയ ലോക ചരിത്രമാണ്. ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നറിയപ്പെടുന്ന SCERT ചാപ്റ്ററിൽ പഠിക്കേണ്ട ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഫാക്ട് എല്ലാം പഠിച്ചു. എന്നിരുന്നാലും ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട കണ്ടന്റ് പഠിക്കണം. അന്നും പഠിക്കേണ്ടത് SCERT, പഴയ SCERTയും പുതിയ SCERTയും കമ്പയർ ചെയ്യുന്ന മൈക്രോനോട്ട്സ് പഠിക്കണം. മാജിക് മന്ത്ര സെഷൻസ് ഉണ്ട്. 10ാം ക്ലാസ്സിലെ ഋതുഭേദങ്ങളും സമയവും എന്നറിയപ്പെടുന്ന SCERT ചാപ്റ്റർ പഠിക്കണം. 6ാം ക്ലാസ്സിലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന SCERT ചാപ്റ്ററും പഠിക്കണം. ഇത്രയും പഠിക്കുക. അന്നത്തെ എക്സാം, ഡെയിലി എക്സാം അറ്റൻഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ്. രാവിലെ 5 മണി മുതലാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തുടങ്ങുന്നത്. ഒക്ടോബർ 9 വ്യാഴാഴ്ച പഠിക്കേണ്ട ഏരിയ സാമ്പത്തിക ശാസ്ത്രം. അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും, കഴിഞ്ഞ ആഴ്ച നാഷണൽ ഇൻകോ പഠിച്ചേ, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച 5 ഇയർ പ്ലാനിങ്ങാ പഠിച്ചേ, മതി. ഇന്ന് പഠിക്കേണ്ടത് അതിന്റെ ബാക്കിയുള്ള ഏതൊക്കെ ഏരിയ ഉണ്ടോ അതൊക്കെ. സാമ്പത്തിക ശാസ്ത്രം പഠിക്കണം. SCERT, പഴയ SCERTയും പഠിക്കണം, പുതിയ SCERTയും പഠിക്കണം. മാജിക് മന്ത്ര സെഷൻസ് പഠിക്കണം. 9ാം ക്ലാസ്സിലെ ലോകത്തിന്റെ നെറുകയിൽ, 9ാം ക്ലാസ്സിലെ വിശാല സമതല ഭൂവിൽ എന്നറിയപ്പെടുന്ന 2 ചാപ്റ്റർ പഠിക്കണം. ഡെയിലി എക്സാം അറ്റൻഡ് ചെയ്യണം. ദെൻ ഒക്ടോബർ 10 2025 ഒക്ടോബർ 10 വെള്ളിയാഴ്ച പഠിക്കേണ്ട ഏരിയ പൊളിറ്റിക്കൽ സയൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ. നിർണായകമായ മാർക്കാണ്. കാരണം മറ്റു മത്സര പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ അവിടെ കേരള ജോഗ്രഫി പഠിക്കാറുണ്ട്, കേരള ചരിത്രം പഠിക്കാറുണ്ട്. പക്ഷേ പൊളിറ്റിക്കൽ സയൻസ് എന്നറിയപ്പെടുന്ന ഏരിയ പഠിക്കാറില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാറുണ്ട്, പക്ഷേ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാറില്ല. പൊളിറ്റിക്കൽ സയൻസിന്റെ മീനിങ്, പ്രധാനപ്പെട്ട ഡേവിഡ് റിക്കാർഡോവുമായി ബന്ധപ്പെട്ട് ക്രെഡോ ഓഫ് റിലവൻസ്, ഇതെല്ലാം സിലബസിലുള്ളതാണ്. ഓക്കെ, ബിഹേവിയറലിസം, അതുമായി ബന്ധപ്പെട്ട ഓരോരോ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യണം. സോവറിനിറ്റി, പ്രധാനപ്പെട്ട റൂൾ ഓഫ് ലോ എന്നറിയപ്പെടുന്ന, ജുഡീഷ്യൽ ആക്ടിവിസം എന്നറിയപ്പെടുന്ന ഏരിയ, റോൾ ഓഫ് പ്രഷർ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ഏരിയ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നമ്മൾ പഠിക്കണം. അപ്പോൾ ആ ഒരു മേഖല. ദെൻ SCERTയിലെ പഴയ SCERTയും പുതിയ SCERTയും കമ്പൈൻ ചെയ്യുന്ന മൈക്രോനോട്ട്സ്, ഇതെല്ലാം പറഞ്ഞാൽ മാത്രം പോരാ, പഠിച്ചു മാറ്റണം. മാജിക് മന്ത്ര സെഷൻസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. 9ാം ക്ലാസ്സിലെ തീരങ്ങളിലൂടെ എന്നറിയപ്പെടുന്ന SCERT ചാപ്റ്റർ കവർ ചെയ്യാം. ഓക്കെ, അപ്പം 2 വ്യത്യസ്ത ടോപ്പിക്കാണ് കവർ ചെയ്ത് പോകുന്നത്. ഒന്ന് പൊളിറ്റിക്കൽ സയൻസ്, കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഏരിയ. ദെൻ അന്നത്തെ ദിവസം തന്നെ ജോഗ്രഫിയും കൂടെ കമ്പൈൻ ചെയ്യുക. തീരങ്ങളിലൂടെ എന്നറിയപ്പെടുന്ന SCERT ചാപ്റ്റർ ഉണ്ട്, ജോഗ്രഫിയാണ്. പടിഞ്ഞാറൻ തീരം, കിഴക്കൻ തീരം, വടക്കൻ സർക്കാർസ്, കോറമാൻഡൽ തീരം, ഉത്കൽ തീരം തുടങ്ങിയിട്ടുള്ള തീരങ്ങളുണ്ടല്ലോ ഇന്ത്യയുടെ, ആ തീരങ്ങളുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ പഠിക്കണം. ദെൻ 10ാം ക്ലാസ്സിലെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം നിങ്ങൾ എഴുതി വെച്ചോ. എക്കണോമിക്സുമായി ബന്ധപ്പെട്ടും ഇന്ത്യൻ ഭൂമിശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ട് ഉറപ്പായും ചോദ്യം വരുന്ന ഏരിയയാണ് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം. അതിൽ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായശാല, പ്രധാനപ്പെട്ട വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ഉറപ്പായിട്ട് പഠിക്കണം. ദെൻ രാത്രി 9 മണിക്ക് ശേഷമുള്ള എക്സാം. രാത്രി 9 മണിക്ക് ശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമയം എപ്പോഴാണ്, അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരീക്ഷ അറ്റൻഡ് ചെയ്യാം. ദെൻ ഒക്ടോബർ 11 ശനിയാഴ്ച പഠിക്കേണ്ടത് നമ്മൾ പറഞ്ഞ കാര്യം, മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദി സബ്ജക്റ്റിന്റെ ബാക്കി, GK ആൻഡ് കറണ്ട് അഫയേഴ്സിന്റെ ബാക്കി, റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റിന്റെ ബാക്കി, ഒപ്പം ഡെയിലി എക്സാം. ദെൻ അഗെയിൻ ഞായറാഴ്ച ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഫുള്ള് റിവിഷൻ ചെയ്യണം. OMR മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യണം. അത് OMR ഷീറ്റ് ഉൾപ്പെടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരും. നിങ്ങൾ ആ OMR ഷീറ്റിന്റെ 10 15 പ്രിന്റ് എടുത്ത്, 15 പ്രിന്റ് വേണ്ട, ഒരു 10 20 പ്രിന്റ് എടുത്ത് കയ്യിൽ വെച്ചേക്കണം. അത് വെച്ചായിരിക്കണം നിങ്ങൾ ഈ പറയുന്ന OMR എക്സാം, മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ.
ഓക്കെ. അടുത്തത് ഒക്ടോബർ 13 തിങ്കളാഴ്ച കേരള ഭൂമിശാസ്ത്രം എന്നറിയപ്പെടുന്ന ഏരിയ പഠിക്കണം. SCERT NCERT മൈക്രോനോട്ട് പഠിക്കണം. നമ്മൾ തരുന്നത്, നിങ്ങൾ സെൽഫായിട്ട് പഠിക്കണ്ട, നമ്മൾ തരാം. ദെൻ മാജിക് മന്ത്ര സെഷൻ മസ്റ്റ് ആയിട്ട് പഠിക്കണം. ദെൻ 5ാം ക്ലാസ്സിലെ നാടറിയാൻ എന്നറിയപ്പെടുന്ന SCERT ചാപ്റ്റർ, 6ാം ക്ലാസ്സിലെ കേരളം മണ്ണും മഴയും മനുഷ്യനും കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് അതിനകത്ത് കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ, അത് മാത്രം പഠിച്ചാൽ പോരാ, നമ്മൾ തരുന്ന മെറ്റീരിയൽസും പഠിക്കണം. ദെൻ രാത്രി 9 മണിക്ക് ശേഷം എക്സാം. ഒക്ടോബർ 14 ചൊവ്വാഴ്ച പഠിക്കേണ്ട ഏരിയ ഇന്ത്യ ഭൂമിശാസ്ത്രം, SCERTയിലെയും NCERTയിലെയും പോയിന്റ് കമ്പൈൻ ചെയ്യുന്ന മൈക്രോനോട്ട്. ദെൻ മാജിക് മന്ത്ര സെഷൻ 7ാം ക്ലാസ്സിലെ ഭരണഘടന വഴിയും വഴികാട്ടിയും, 9ാം ക്ലാസ്സിലെ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം. ഈ 2 SCERT ചാപ്റ്ററാണ് അന്നത്തെ ദിവസം പഠിക്കേണ്ടത്. അന്നത്തെ ദിവസം പരീക്ഷ അറ്റൻഡ് ചെയ്യണം. അടുത്ത ഒക്ടോബർ 15 ബുധനാഴ്ച ലോക ഭൂമിശാസ്ത്രം പഠിക്കണം. മൈക്രോനോട്ട് SCERT മൈക്രോനോട്ട് പഠിക്കണം. മാജിക് മന്ത്ര സെഷൻസ് പഠിക്കണം. 7ാം ക്ലാസ്സിലെ അധികാരം ജനങ്ങൾക്ക്, 9ാം ക്ലാസ്സിലെ ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്നറിയപ്പെടുന്ന SCERT ചാപ്റ്റർ, 2 ചാപ്റ്റർ പഠിക്കണം. അന്നത്തെ എക്സാം അറ്റൻഡ് ചെയ്യണം. ദെൻ ഒക്ടോബർ 16 വ്യാഴാഴ്ച സാമ്പത്തിക ശാസ്ത്രം, എഗെയിൻ വീണ്ടും സാമ്പത്തിക ശാസ്ത്രം, SCERT NCERT കമ്പൈൻ ചെയ്യുന്ന മൈക്രോനോട്ട്സ്, മാജിക് മന്ത്ര സെഷൻസ്. 9ാം ക്ലാസ്സിലെ ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക്, 9ാം ക്ലാസ്സിലെ അടുത്ത ചാപ്റ്റർ ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ, കാനേഷുമാരി ഇന്ത്യയിലെ ജനസംഖ്യാ കണക്കെടുപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന 9ാം ക്ലാസ്സിലെ പുതിയ SCERT ചാപ്റ്റർ ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ. അന്നും എക്സാം അറ്റൻഡ് ചെയ്യണം 9 മണിക്ക് ശേഷം. അടുത്ത ഒക്ടോബർ 17 വെള്ളിയാഴ്ച പഠിക്കേണ്ട ഏരിയ പൊളിറ്റിക്കൽ സയൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം. SCERT NCERT കമ്പൈൻ ചെയ്യുന്ന മൈക്രോനോട്ട്സ് പഠിക്കണം. അതിൽ പഴയ SCERT ഉണ്ട്, പുതിയ SCERT ഉണ്ട്. ദെൻ മാജിക് മന്ത്ര സെഷൻസ് പഠിക്കണം. 7ാം ക്ലാസ്സിലെ ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ എന്നറിയപ്പെടുന്ന ചാപ്റ്റർ, 7ാം ക്ലാസ്സിലെ ബജറ്റ് വികസനത്തിന്റെ നേർരേഖ എന്നറിയപ്പെടുന്ന SCERT ചാപ്റ്റർ. ഇത് 2 നിങ്ങൾ ഉറപ്പായും പഠിക്കണം. അന്നും എന്തുണ്ട്, ഡെയിലി എക്സാം ഉണ്ട് 9 മണിക്ക് ശേഷം. ദെൻ ഒക്ടോബർ 18 ശനി പഠിക്കേണ്ട ഏരിയ മെത്തഡോളജി ഓഫ് ദി ടീച്ചിങ് ദി സബ്ജക്ട്, GK ആൻഡ് കറണ്ട് അഫേഴ്സ്, റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ്. അന്നും ഡെയിലി എക്സാം ഉണ്ട്, മറക്കല്ലേ. ഞായറാഴ്ച ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഫുള്ള് റിവിഷൻ ചെയ്യുന്നു. OMR മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യുന്നു. അപ്പത്തേനും 3 ആഴ്ച കഴിഞ്ഞു. ദെൻ അടുത്തത് ഒക്ടോബർ 20 തിങ്കളാഴ്ചയാണ്, ദീപാവലി ദിവസമാണ്. എല്ലാവർക്കും ദീപാവലി ദിനാശംസകൾ അഡ്വാൻസ് ആയിട്ട് നേരുകയാണ്. അന്നും നിങ്ങൾക്ക് വേറെ ടാസ്ക് ഒന്നുമില്ല. അന്ന് പഠിക്കാനുള്ളത് എന്ത് തന്നെ, സെയിം തന്നെ, കേരള ചരിത്രം പഠിക്കണം. അതായത് ദീപാവലി ആണെന്ന് കരുതി മാറി നിൽക്കുന്നില്ല. അന്നും 5 മണി മുതൽ ആ ക്ലാസ്. ഈ 5 മണി മുതൽ PSC ഇൻഫ്ലുവൻസർ കൂട്ടായ്മയിൽ ഓരോ ടീച്ചേഴ്സും മെന്റേഴ്സും കോർഡിനേറ്റേഴ്സും നിങ്ങൾക്ക് വേണ്ടി രാവിലെ ഏർലി മോർണിംഗ് 5 മണിക്ക് മുതൽ സെറ്റ് ചെയ്യുക. രാത്രി 10 മണി വരെ അല്ലെങ്കിൽ 10:30 വരെ ഇങ്ങനെ നിങ്ങളുടെ റിപ്ലൈ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങൾ ക്ലിയർ ചെയ്യുന്നു, നിങ്ങളുടെ മെറ്റീരിയൽസ് അപ്ഡേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം ഈ 40 ദിവസം ലൈവായിട്ട് നടക്കുന്നത്. കേരള ചരിത്രം ഏരിയ കവർ ചെയ്യണം, മൈക്രോനോട്ട്സ് കമ്പൈൻ ചെയ്യണം, പഠിക്കണം. മാജിക് മന്ത്ര സെഷൻസ്, 10ാം ക്ലാസ്സിലെ പൊതുഭരണം എന്നറിയപ്പെടുന്ന SCERT ചാപ്റ്റർ, നിർണായക മാർക്ക്. ദെൻ 10ാം ക്ലാസ്സിലെ രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും എന്നറിയപ്പെടുന്ന SCERT ചാപ്റ്റർ പഠിക്കണം. അന്നും എക്സാം ഉണ്ട്, ഡെയിലി എക്സാം ഉണ്ട്. അടുത്തത് ഒക്ടോബർ 21 2025 ചൊവ്വാഴ്ച ഇന്ത്യ ചരിത്രമാണ് അന്നും പഠിക്കേണ്ടത്. SCERTയിലെ പഴയ SCERTയും പുതിയ SCERTയും കമ്പയർ ചെയ്യുന്ന മൈക്രോനോട്ട്സ് പഠിക്കണം. മാജിക് മന്ത്ര സെഷൻസ് പഠിക്കണം. 10ാം ക്ലാസ്സിലെ പുതിയ SCERT, വീണ്ടും ആവർത്തിക്കുന്നു, 10ാം ക്ലാസ്സിലെ പുതിയ SCERTയിലെ 2 ചാപ്റ്റർ, ഒന്ന് മാനവികത, മറ്റൊന്ന് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നറിയപ്പെടുന്ന 2 ചാപ്റ്റർ 10ാം ക്ലാസ്സിലെ SCERTയിലെ പാർട്ട് 1ലെ 2 ചാപ്റ്റർ പഠിക്കണം. ദെൻ അന്നത്തെ എക്സാം അറ്റൻഡ് ചെയ്യണം. അടുത്ത ഒക്ടോബർ 22 ബുധനാഴ്ച ലോകചരിത്രം പഠിക്കണം. SCERT NCERT മൈക്രോനോട്ട് പഠിക്കണം. മാജിക് മന്ത്ര സെഷൻസ് പഠിക്കണം. 10ാം ക്ലാസ്സിലെ തന്നെ പുതിയ SCERT ചാപ്റ്റർ സാമൂഹിക വിശകലനം സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ എന്നറിയപ്പെടുന്ന ചാപ്റ്റർ SCERT ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ പഠിക്കണം. ദെൻ അതിനുശേഷം ഡെയിലി എക്സാം രാത്രി 9 മണിക്ക് ശേഷം. ദെൻ ഒക്ടോബർ 23 2025 വ്യാഴം സാമ്പത്തിക ശാസ്ത്രം പഠിക്കണം. അപ്പൊ എത്ര ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 4 റിവിഷൻ ആയി ഇപ്പം സാമ്പത്തിക ശാസ്ത്രം തന്നെ. ഇനി ആദ്യം നാഷണൽ ഇൻകവും GDPയും പഠിക്കുന്നവരങ്ങനെ, അതിനുശേഷം എക്കണോമിക്സ് തിങ്കേഴ്സ് പഠിക്കുന്നവരങ്ങനെ, ഇഷ്ടമുള്ളതുപോലെ പഠിക്കാം. സാമ്പത്തിക ശാസ്ത്രം പഠിക്കണം. SCERT NCERT കമ്പയർ ചെയ്യുന്ന മൈക്രോനോട്ട്സ്, മാജിക് മന്ത്ര സെഷൻസ് പഠിക്കണം. 10ാം ക്ലാസ്സിലെ പുതിയ SCERT ചാപ്റ്റർ സമ്പത്തും ലോകവും എന്നറിയപ്പെടുന്ന SCERT ചാപ്റ്റർ ഉണ്ട്. പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ, ഈ 2 SCERT ചാപ്റ്റർ ഉറപ്പായിട്ടും പഠിക്കണം.
എക്സാം അറ്റൻഡ് ചെയ്യാം. ദെൻ ഒക്ടോബർ 24 വെള്ളിയാഴ്ച പൊളിറ്റിക്കൽ സയൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പഠിക്കേണ്ടത്. SCRT പഴയ SCRTയും പുതിയ SCRTയും കമ്പയർ ചെയ്യുന്ന മൈക്രോ നോട്ട്സ് പഠിക്കണം. മാജിക് മന്ത്ര സെഷൻസ് കൃത്യമായിട്ട് പഠിക്കണം. ദെൻ 10ാം ക്ലാസ്സിലെ പുതിയ SCRT ചാപ്റ്റർ സാമൂഹ്യ ശാസ്ത്രം സെക്കൻഡിലെ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്നറിയപ്പെടുന്ന ചാപ്റ്റർ ഉണ്ട്. പേജ് നമ്പർ 7 മുതൽ 34 ഒരു ഇത്തിരി വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ അന്ന് ഒറ്റ ചാപ്റ്ററെ പഠിക്കാൻ തരുന്നുള്ളൂ. ആ ചാപ്റ്റർ കൃത്യമായി പഠിക്കണം. അതിൻ്റെ കണ്ടന്റും വായിച്ച് റിവൈസ് ചെയ്യണം. അന്ന് രാത്രി 9 മണിക്ക് ശേഷം എക്സാം. ദെൻ ഒക്ടോബർ 25 ശനിയാഴ്ച അന്നും മെത്തഡോളജി ഓഫ് ദി ടീച്ചിങ് സബ്ജക്റ്റിന്റെ ബാക്കി, GK ആൻഡ് കറണ്ട് അഫേഴ്സിന്റെ ബാക്കി പഠിക്കണം. റിനൈസാൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന ഏരിയയുടെ ബാക്കി പഠിക്കണം. ഡെയിലി എക്സാം രാത്രി 9 മണിക്ക് ശേഷം. 26 ഒക്ടോബർ ഞായറാഴ്ച ഫുള്ള് റിവിഷൻ ആണ്, ഒപ്പം മോക്ക് എക്സാമും ഉണ്ട്. അറ്റൻഡ് ചെയ്യണം, റിവൈസ് ചെയ്യണം. ദെൻ 27 ഒക്ടോബർ 27 തിങ്കളാഴ്ച കേരള ഭൂമിശാസ്ത്രം എഗെയിൻ. അപ്പൊ എത്ര റിവിഷനായി? കേരള ഭൂമിശാസ്ത്രം തന്നെ. ഇനി ഒന്നും പഠിച്ചിട്ടില്ല, HSS സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് ഒരു ഏരിയയും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓഫ്ലൈൻ ബാച്ച് പോയിക്കൊണ്ടിരിക്കുക, അവിടെ ഓഫ്ലൈൻ ക്ലാസ്സിൽ റിവിഷൻ തീർന്നിട്ടില്ല, റിവിഷൻ തുടങ്ങിയിട്ട് കൂടിയില്ല, നിങ്ങൾ സെൽഫായിട്ട് റിവിഷൻ നടത്തിക്കോ. കേരള ഭൂമിശാസ്ത്രം പഠിക്കണം. SCRTയിലെയും NCRTയിലെയും മൈക്രോ നോട്ട്സ് മസ്റ്റായിട്ട് പഠിക്കണം. മാജിക് മന്ത്ര സെഷൻസ്, കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും, 10ാം ക്ലാസ്സിലെ പുതിയ SCRTയിലെ 2ാമത്തെ ചാപ്റ്റർ കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും പഠിക്കണം. ഡെയിലി എക്സാം 9 മണിക്ക് ശേഷം. ദെൻ ഒക്ടോബർ 28 ചൊവ്വാഴ്ച ഇന്ത്യ ഭൂമിശാസ്ത്രം പഠിക്കണം. SCRT NCRT മൈക്രോ നോട്ട് പഠിക്കണം. മാജിക് മന്ത്ര സെഷൻ മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യണം. മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക് എന്നറിയപ്പെടുന്ന SCRT 10ാം ക്ലാസ്സിലെ പുതിയ SCRTയുടെ പാർട്ട് 2ലെ 3ാമത്തെ ചാപ്റ്റർ പഠിക്കണം. അന്നും എക്സാം അറ്റൻഡ് ചെയ്യണം. ദെൻ 29 ഒക്ടോബർ 2025 ബുധനാഴ്ച ലോക ഭൂമിശാസ്ത്രം പഠിക്കണം. SCRTയിലെ പഴയ SCRTയും പുതിയ SCRTയും കമ്പൈൻ ചെയ്യുന്ന മൈക്രോ നോട്ട്സ്, മാജിക് മന്ത്ര സെഷൻ, ഉപഭോക്താവ് അവകാശങ്ങളും സംരക്ഷണവും എന്നറിയപ്പെടുന്ന ചാപ്റ്റർ കമ്പൽസറി ആയിട്ട് വായിക്കണം, പഠിക്കണം. അന്നും എക്സാം ഉണ്ട്, അറ്റൻഡ് ചെയ്യണം. ദെൻ ഒക്ടോബർ 30 2025 വ്യാഴം സാമ്പത്തിക ശാസ്ത്രം പഠിക്കണം. SCRT NCRT മൈക്രോ നോട്ട് പഠിക്കണം. മാജിക് മന്ത്ര സെഷൻസ് പഠിക്കണം. ദെൻ ഒപ്പം 10ാം ക്ലാസ്സിലെ പുതിയ SCRT ചാപ്റ്ററായ പണവും സമ്പദ് വ്യവസ്ഥയും എന്നറിയപ്പെടുന്ന SCRT ചാപ്റ്റർ ഉറപ്പായും പഠിക്കണം. അന്നും രാത്രി 9 മണിക്ക് ശേഷം എക്സാം. ദെൻ ഒക്ടോബർ 31 വെള്ളിയാഴ്ച പൊളിറ്റിക്കൽ സയൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം. SCRT NCRT മൈക്രോ നോട്ട് പഠിക്കണം. അന്നും മാജിക് മന്ത്ര സെഷൻസ് ഉണ്ട്. അന്ന് SCRT ചാപ്റ്റർ ഇല്ല, കാരണം ഒരു തവണ നമ്മൾ ഫുള്ളി പറയുന്ന SCRT എല്ലാം റിവിഷൻ നടത്തി ഒരു തവണ. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നമ്മൾ SCRT കണ്ടന്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയില്ല. അന്നും എക്സാമിന് മാറ്റമില്ല, രാത്രി 9 മണിക്ക് ശേഷം. അത് 9:30 വരാം, 9:45 വരാം. നിങ്ങൾ പഠിച്ച് തീരുന്നത് പോലെ പരീക്ഷ അറ്റൻഡ് ചെയ്യുക. ദെൻ നവംബർ 1-ാം തീയതി ശനിയാഴ്ചയാണ്. അങ്ങനെ 3 ദിവസം നമുക്ക് കിട്ടും. നവംബർ 1, നവംബർ 2, നവംബർ 3. നവംബർ 1-ന് ശനി ഫുള്ള് റിവിഷൻ നടത്തണം. ഈ പഠിച്ച കാര്യങ്ങളെല്ലാം അതിനുവേണ്ടി മെഗാ റിവിഷനും മാരത്തോൺ റിവിഷൻ എല്ലാം PSC ഇൻഫ്ലുവൻസർ കൂട്ടായ്മ തരും. ഒപ്പം എക്സാം അറ്റൻഡ് ചെയ്യണം. ദെൻ നവംബർ 2 ഞായറാഴ്ച, അന്നും ഫുൾ റിവിഷൻ ആണ്. ഞായറാഴ്ച ദിവസം റിവിഷൻ ആണല്ലോ, അപ്പം 3 ദിവസം നമ്മുടെ മുന്നിലുണ്ട് ഫുൾ റിവിഷൻ ചെയ്യാൻ, എക്സാം അറ്റൻഡ് ചെയ്യുക. ദെൻ നവംബർ 3 2025 തിങ്കളാഴ്ച, അതും ഫുള്ള് റിവിഷൻ, അന്നും എക്സാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളുണ്ട്, നിങ്ങൾ പെൻഡിങ് വല്ലതും ഉണ്ടെങ്കിൽ പെൻഡിങ് തീർക്കാൻ 3 ദിവസം കൊടുത്തു. പെൻഡിങ് തീർക്കാനും സെൽഫായിട്ട് വീണ്ടും റിവിഷൻ ചെയ്യാനും 3 ദിവസം. 4ാമത്തെ ദിവസം നവംബർ 4 2025 രാവിലെയാണ് പരീക്ഷ. 7 മണിക്ക് മുൻപ് ക്ലാസ്സിൽ കയറണം. ഹാൾ ടിക്കറ്റ് എടുക്കണം, ID എടുക്കണം, പേന എടുക്കണം. നേരത്തെ പോകാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഉറപ്പ് തരുന്നു, ഈ സ്റ്റഡി പ്ലാൻ പ്രകാരം 40 ദിവസം നിങ്ങൾ ഉഷാറായിട്ട് മെനക്കെട്ട് രാവിലെ 5 മണിക്കോ 4 മണിക്കോ 3 മണിക്കോ നിങ്ങൾ എഴുന്നേറ്റ് പഠിക്കുന്നു എങ്കിൽ ഉറപ്പ് തരുന്നു 75+ മാർക്ക് നിങ്ങൾ നേടും. ഈ 75+ മാർക്ക് നിങ്ങൾ ഈ സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിച്ചു പോയി കിട്ടിയില്ല എങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്തും, ഉറപ്പാണ്. ഇത്രയും കോൺഫിഡൻറ്റോടുകൂടി പറയുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്ത് റിവിഷൻ നടത്തി പരീക്ഷ എഴുതി പോയാൽ നിങ്ങളുടെ പരീക്ഷ HSS സോഷ്യൽ സയൻസ് പരീക്ഷയിൽ 75+ മാർക്ക് നിങ്ങൾ ഉറപ്പായും നേടുക തന്നെ ചെയ്യും. ചിലപ്പോൾ 80 മേടിക്കാം, 85 മേടിക്കാം. അതൊക്കെ നിങ്ങളുടെ ഭാഗ്യം പോലെ, നിങ്ങൾ ചെയ്ത കഷ്ടപ്പാടിന്റെ അടിസ്ഥാനത്തിൽ. അപ്പം അതിനുശേഷം എക്സാം നവംബർ 4 പരീക്ഷ കഴിഞ്ഞു.
ഉച്ചയ്ക്കൊക്കെ ആയപ്പോഴത്തേന് വീട്ടിലെത്തി സന്തോഷമായിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡ്, വൈഫ് ഉണ്ടെങ്കിൽ വൈഫ്, അല്ലെങ്കിൽ ആ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കൾ, അവരുമായിട്ട് ജസ്റ്റ് പരീക്ഷയെ പറ്റി ഒന്നും ഓവർ ടെൻഷൻ ഒന്നും ആവണ്ട. നിങ്ങൾ 75+ മാർക്ക് മേടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കഷ്ടപ്പാടിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണോ അത് മനസ്സിലാക്കുക, അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുക. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾക്ക് ഈ 40 ദിവസവും സൗജന്യ മെറ്റീരിയൽസ് ആയിട്ട് ക്ലാസ് തരുന്നുണ്ട്. ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർക്ക് കൃത്യമായി റെഗുലർ ആയിട്ട് റിവിഷൻ ക്ലാസ് തരുന്നുണ്ട്, മെറ്റീരിയൽസ് തരുന്നുണ്ട്. അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും, ഞാൻ ഇന്ന പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തു, അവിടെ ഇത്ര 1000 രൂപ കൊടുത്തു, അവിടെ ഇത്ര രൂപ കൊടുത്തു, അവർ സൗജന്യ ക്ലാസ്സോ മെറ്റീരിയൽസോ ഒന്നും തരുന്നില്ല. വേണ്ട, നിങ്ങൾ ഈ സ്റ്റഡി പ്ലാൻ പ്രകാരം കൃത്യമായിട്ട് പഠിക്കുക. ഉറപ്പാണ്, 100% ഉറപ്പ്, 75+ മാർക്ക് നിങ്ങൾ നേടുക തന്നെ ചെയ്യും. അപ്പൊ എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും വിജയാശംസകൾ നേരുന്നു. ഈ പരീക്ഷ എഴുതും, അടുത്ത പൂജവെപ്പിന് മുമ്പ് നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വരും, ഇന്റർവ്യൂവിന് പോകും. നിങ്ങളെ വിശ്വസിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ആരോ ആയിക്കോട്ടെ, അവരെയും കൊണ്ട് നിങ്ങൾ ഒപ്പിടാൻ പോകും. എവിടെ? സർക്കാർ സർവീസിൽ ആദ്യമായി ആ സർവീസ് ബുക്കിൽ ഒപ്പിടാൻ. അതിനുശേഷം നിങ്ങൾക്ക് ആദ്യമായി കിട്ടുന്ന ശമ്പളം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കൊടുത്തോ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, നിങ്ങളെ സ്നേഹിച്ച ആളുകൾക്ക് വേണ്ടി അത് ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.